അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വിജയലക്ഷ്മിയും ഗീതവും കൂടിയിട്ട് ചെമ്പകശ്ശേരിയിലെത്തി. അങ്ങനെ കോഫി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ഇങ്ങനെ ഓരോന്ന് വിജയലക്ഷ്മിയോട് പറയാൻ കേട്ടോ. കണ്ണേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്വാതന്ത്ര്യമൊന്നുമല്ല അവൾ അറക്കൽ വീട്ടിലെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ചിട്ട് ബർത്ത്ഡേ അവൾ സ്വന്തമാക്കി. ഞാൻ വെറുതെ നോക്കൂത്തിനെ പോലെ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടോ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഡാൻസ് ഉണ്ടല്ലോ, നൃത്ത മത്സരമാക്കി. അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണ ശിവരഞ്ജിനി കാണും ഇവൾ എത്ര മാത്രം വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഗീതു കോഫി കൊണ്ടുവന്ന് വിജയലക്ഷ്മിക്ക് കൊടുത്തിട്ട് പറയാണ്, സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ്, ഇത് കുടിച്ചിട്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം പറയാൻ റെഡി ആയിക്കോ എന്ന് പറയാണ്. ഗീതു വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയും രഞ്ജിത്ത് തമ്മിൽ എന്താ ബന്ധം, പറയുക, നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ? ഇത് കേട്ട് വിജയലക്ഷ്മി ഇങ്ങനെ എന്താണിച്ചിട്ട് ഗോവിന്ദ് പറഞ്ഞത് ഓർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തണമെങ്കിൽ രാധികാമ്മയോട് പറ, നിങ്ങളുടെ മകളാണ് രഞ്ജു എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞതൊക്കെ ഓർക്കുവാണ് വിജയലക്ഷ്മി. നീ പറഞ്ഞതല്ലാതെ എനിക്ക് രഞ്ജുവിനെ അറിയില്ലെന്ന് ഗീതുവിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ രഞ്ജുവിൻ്റെ കാര്യം ഗോവിന്ദേട്ടൻ അമ്മയോട് പറഞ്ഞത്? അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. അത് പിന്നെ ഗോവിന്ദിൻ്റെ സുഹൃത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അറക്കലേക്ക് ഏതൊരു പെണ്ണിൻ്റെ കൊണ്ടുവന്നതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്. അത് ചോദിച്ചപ്പോഴാണ് രഞ്ജുവിനെ കുറിച്ച് അവൻ എന്നോടത് പറഞ്ഞത്. ഗോവിന്ദ് പറയുമ്പോഴേ ആ പെണ്ണിൻ്റെ പേര് തന്നെ ഞാൻ രഞ്ജു എന്നാണെന്ന് അറിയുന്നത്. എനിക്ക് അവളോട്ട് യാതൊരു ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാലും മുഖത്ത് ചെറിയ പതർച്ച കാണാനുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, ഇതിനെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ, അല്ല ഇതല്ലാതെ നീ വേറെന്താ കരുതിയിരിക്കുന്നതെന്ന് ചോദിക്കണം വിജയലക്ഷ്മി. അപ്പോൾ ഗീതു പറയാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാലോ, വേണമെങ്കിൽ അമ്മയുടെ മകളാണെന്ന് രഞ്ജു എന്ന് വരെ എനിക്ക് സംശയിക്കാമെന്ന് പറയാണ്. ഇത് കേട്ട് വിജയലക്ഷ്മി ഞെട്ടുവാണ് കേട്ടോ. സംശയിക്കാം എന്നെടുത്ത് പറയാണ്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. രഞ്ജുവും കണ്ണേറ്റനും തമ്മിൽ ആദ്യം ശത്രുത ഉണ്ടായിരുന്നു. അവരുടെ വഴിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ അമ്മയും കണ്ണേറ്റനും തമ്മിൽ എന്തോ ഒരു ശത്രുതയുണ്ട്. അതിൻ്റെ കാരണവും രഞ്ജു ആണെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണെങ്കിൽ ഇത് നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ, ഊഹവും സംശയങ്ങളൊക്കെ വെച്ചിട്ട് ആളെ വിലയിരുത്തരുത്. സത്യം എന്താണെന്ന് അത് അറിയാവുന്നവർ തുറന്നു പറയാത്ത സ്ഥിതിക്ക് എനിക്ക് എഴുതാപ്പുറം വായിക്കാനേ പറ്റുള്ളൂ. ചില സംശയങ്ങളാണ് നമ്മുടെ സത്യത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അന്വേഷണത്തിലാണ്, പോട്ടെ എന്ന് പറയാണ് ഗീതു. എന്നിട്ട് ദേവിയുടെ മുന്നിൽ നിന്നിട്ട് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശിവ ആരാണെന്നുള്ള സത്യം ഗീതു അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ വെറുക്കും, ഞാൻ അവളെ വഞ്ചിച്ചതായിട്ട് അവൾ മനസ്സിൽ കരുതും. ഇതെങ്ങനെ രാധികാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് ശിവയെ തിരഞ്ഞെടുക്കും. പിന്നെ എൻ്റെ മോക്കടെ ജീവിതം അപകടത്തിലാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗീതു അങ്ങനെ അജാസിൻ്റെ കൂടെ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വട്ടം നിൽക്കുവാണ് കേട്ടോ. ഗീതു അപ്പോൾ അജാസിനോട് പറയാണ്, നിൻ്റെ അളി എന്നെ കട്ടക്കൽപ്പിൽ മിക്കവാറും എന്നെ പിടിച്ച് വിഴുങ്ങും, ഇതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അജാസ് പറയാണ്, നിങ്ങളെ അളിയനെ വിഴുങ്ങുമെന്നാണ് എനിക്ക് പേടി. ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ പറയാണ്, പെങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഗോവിന്ദേട്ടൻ ഇങ്ങോട്ടേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ഗോവിന്ദ് ഡോറ് തുറന്നിട്ട് ഗീതുവിനോട് ഇറങ്ങാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നറിയാത്ത പോലെ, എന്തിനാ കണ്ണേട്ടാ, അല്ല ഓഫീസിലേക്കല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാനൊക്കെ ദേഷ്യത്തിൽ പറയാണ് കേട്ടോ ഗോവിന്ദ്. അപ്പോൾ ഗീതു പറയാണ്, അയ്യോ കണ്ണേട്ടന് തെറ്റി, ഞാൻ ഓഫീസിലേക്കല്ല, ഭയങ്കര തലവേദന, വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് അജാസ് സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും നീ ഇറങ്ങ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഗോവിന്ദ്. അപ്പോൾ ഗീത പറയാണ്, എൻ്റെ തലവേദന കൂടിയാലോ, നിൻ്റെ തല പൊട്ടിത്തെറിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നീ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എൻ്റെ തലക്കൊരു വിലയില്ലെങ്കിൽ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ ഗീതു. അടുത്തതായിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ ഗോവിന്ദിനെ കളിപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഗീതുവിനോട് നമ്മുടെ ഗോവിന്ദ് പറയാണ്, എൻ്റെ കാര്യങ്ങളിൽ തലയിടാൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ കണ്ണേട്ടൻ്റെ കാര്യത്തിൽ തലയിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഭാര്യ എന്ന നിലയിൽ അതെൻ്റെ കടമയല്ലേ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ബുദ്ധിമുട്ട് നിനക്കല്ല എനിക്കാണ്, അതിപ്പോൾ എന്ത് ചെയ്യാൻ സഹിച്ചല്ലേ പറ്റുള്ളൂ, ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയായി പോയില്ലേ എന്ന് പറയാണ് ഗീതു. എൻ്റെ പൊന്നേട്ടൻ്റെ കാര്യങ്ങളിലേ ഞാൻ തലയിടും, കൂടെയുള്ള ആൾ ശത്രുപാളയത്തിലെ വിസിറ്റർ ആണെങ്കിലേ അയാളെ ഒഴിവാക്കുക എന്നതാണ് എൻ്റെ ബിസിനസ് പോളിസി, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗീതു പറയാണ്, അയ്യോ സെയിം പിച്ച്, ചെറുപ്പത്തിൽ എൻ്റെയും പോളിസി തന്നെയായിരുന്നു, ശത്രുക്കളോടും ശത്രുപാളയത്തിലുള്ളവരോടും എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു, നിഷ്കരണം ഞാൻ അവരെ ആക്രമിക്കുമായിരുന്നു, അവരുടെ വേദന കണ്ട് ഞാൻ ആസ്വദിക്കുമായിരുന്നു, ഞാനൊരു മഹാദുഷ്ടിയായിരുന്നു കണ്ണേട്ടാ. പക്ഷെ കണ്ണേട്ടൻ്റെ കൂടെ വന്നതോടെ ഞാൻ ആകെ മാറി, ശത്രുവിൻ്റെ സ്നേഹം കൊണ്ടും ബന്ധുത്വം കൊണ്ടും കീഴടക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് കണ്ണേട്ടനാ. ഇതൊക്കെ കേട്ടോ ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കണം കേട്ടോ ഗോവിന്ദ്. എന്ത് ഞാനോ? അതേ കണ്ണേട്ടാ, ആ ഉപദേശം ശിരസ വഹിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴാണ് ശത്രുവിനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്? എന്തിനാ പറയുന്നേ, പ്രവർത്തിച്ച് കാണിച്ചു തന്ന ആളല്ലേ കണ്ണേട്ടൻ. പെത്ത ശത്രുവായ ഭദ്രൻ്റെ മോന് സ്വന്തം അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, അതും പോരാഞ്ഞ അയാളുടെ മോളെ കണ്ണേട്ടൻ കല്യാണം കഴിച്ചില്ലേ. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ്റെ ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കി കണ്ണേട്ടൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അതേ മാതൃകയിൽ തന്നെ വിജയലക്ഷ്മിനെ സ്നേഹിച്ച് വശത്താക്കി നമ്മുടെ സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു നീ അവിടെ വരെ എത്തിയില്ലേ, ആ സ്ത്രീയുമായിട്ട് എനിക്ക് ഒരിക്കലും യാതൊരു ബന്ധം ഉണ്ടാവില്ല, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു നടക്കുന്ന നീയും അവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാണ് ഗോവിന്ദ്. നിനക്ക് പല്ല് മാത്രമല്ല നാവും കൂടുതലാണ്, പക്ഷേ അത് എൻ്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഗീത പറയാണ്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ കണ്ണേട്ടൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ വിജയലക്ഷ്മി അമ്മയെ സ്നേഹിച്ചേ പറ്റൂ. രാധികാമ്മേനോട് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ കണ്ണേട്ടൻ്റെ മരിച്ചുപോയ പെറ്റമ്മേനെ പോലെ സ്നേഹിച്ചോ. ഇത് കേട്ട് ഞെട്ടി ഗീതുവിനെ നോക്കണം കേട്ടോ ഗോവിന്ദ്. സ്നേഹിക്കില്ലേ കണ്ണേട്ടാ? അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിൻ്റെ നാവിലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ പല കുറുക്കനും കൊണ്ടുപോയേനെ. അപ്പോൾ ഗീത പറയാണ് കേട്ടോ, ഒരു കള്ളക്കുറുക്കനാണ് എന്നെ താലി കെട്ടിക്കൊണ്ടുപോയത്. ഇത് കേട്ട് ദേഷ്യം പിടിച്ചിട്ട് ഗോവിന്ദ് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അജാസ് വന്നിട്ട് ഗീതുവിനോട് ചോദിക്കാൻ, അളിയനെ പറപ്പിച്ചല്ലേ? തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും അറിയില്ല. അപ്പോൾ അജാസ് പറയണം, അയ്യോ എന്തായാലും പെങ്ങൾ അളിയൻ്റെ ജീവനൊന്ന് ബാക്കി വെച്ചേക്കണം. അപ്പോൾ ഗീത പറയണ, പരിഗണിക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് രഞ്ജുവിനെയും ഗോവിന്ദിനെയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദിനോട് പറയാണ്, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത്? അപ്പോൾ ഗോവിന്ദ് പറയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് മനസ്സ് തുറന്ന് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അവർക്കറിയില്ലല്ലോ നീ എൻ്റെ പെങ്ങളാണെന്നും ഞാൻ നിൻ്റെ ഏട്ടനാണെന്നും. നമ്മുടെ സ്നേഹം അവരൊക്കെ തെറ്റിദ്ധരിക്കില്ലേ? ഇപ്പം തന്നെ എത്രമാത്രം കഥകളുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ രഞ്ജു പറയാണ്, മറ്റുള്ളവരിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഒരു രസമല്ലേ? ഏതൊരു രസത്തിനും ഒരു സദാചാരം വേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ്. നമ്മളായിട്ട് അത് തെറ്റിക്കണ്ട. നിനക്ക് മാത്രമല്ല അറിയുള്ളൂ, കാണുന്നവർക്ക് കാമുകന്മാരെന്നോ മുൻ ഭാര്യയെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാം. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ബന്ധം വഷളാവരുത്, കൂടുതൽ കഥകൾ ഉണ്ടാവാനുള്ള അവസരവും ഉണ്ടാവരുത്. അപ്പോൾ രഞ്ജു പറയാണ്, അതെ ഇപ്പം തന്നെ ഞാൻ ഗോവിന്ദേട്ടൻ്റെ ലവറാണെന്ന് ഗീത് വരെ സംശയിക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള അവക്കടെ വെപ്രാളം കാണുമ്പോൾ എനിക്ക് തമാശ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയാണ്, നിനക്ക് തമാശയാണ്, പക്ഷെ അത്തരത്തിലുള്ള സംസാരം ഗീതയിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊളിയാ. അപ്പോഴേക്കും നീ എൻ്റെ അനിയത്തിയാണെന്ന് പറയാൻ എനിക്ക് എന്തൊരു ആവേശമാണെന്നറിയോ? എന്നിട്ടെന്താ പറയാത്തേ? അത് പറഞ്ഞാലേ അവൾ ബാക്കി കൂടി തുറന്ന് അന്വേഷിക്കും. ഞാനും വിജയലക്ഷ്മി തമ്മിലുള്ള റിലേഷനെ അവൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ്. ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലെ എനിക്ക് വെറുപ്പാണ്. ആ വെറുപ്പാണ് ഗീതും അവരും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ എതിർക്കാൻ കാരണം. അപ്പോൾ രഞ്ജു പറയാണ്, അമ്മയുമായുള്ള ഗീതിൻ്റെ അടുപ്പാണ് എന്നെയും അവളിൽ നിന്ന് അകറ്റുന്നത്. അവർ തമ്മിൽ അങ്ങനെ അടുപ്പമില്ലായിരുന്നെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ അവളെ എൻ്റെ ഏട്ടത്തിമ്മയായിട്ട് സ്നേഹിച്ചേനെ. അതെ, എനിക്ക് ഗീതുവിനെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അവളോട് വഴക്കിന് പോകരുതെന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു വീടാകുമ്പോൾ കുറച്ച് നാത്തുമാര് കഷായം അമ്മായിമ്മപ്പൂര് കഷായം ഒക്കെ ഉണ്ടാകും, എങ്കിലല്ലേ ഒരു രസമുള്ളൂ. ഗോവിന്ദേട്ടൻ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. നാത്തൂനാണെന്ന് ഗീതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അതല്ലേ പ്രശ്നം. അപ്പോൾ രഞ്ജു പറയാണ്, കാര്യങ്ങൾ ഇത്രയും തുറന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആദ്യമൊക്കെ ഗോവിന്ദേട്ടൻ എന്നെ കാണുമ്പോൾ ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരുന്നല്ലോ, എന്നിട്ടെന്താ ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയത്? അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അന്ന് ബർത്ത്ഡേക്ക് രഞ്ജുവിനെ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രഞ്ജുവിന് പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെയും വായിന്ന് ബ്ലഡ് വരുന്നത് പോലെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ആ സീനൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഗോവിന്ദ് നിൽക്കുവാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ രഞ്ജുവിന് എന്തോ മാരകമായ എന്തോ അസുഖം ഉണ്ടെന്ന്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഗോവിന്ദ് എന്നിട്ട് രഞ്ജുവിനോട് പറയാണ്, പ്രിയമോൾക്ക് മുമ്പേ എനിക്ക് കിട്ടിയ അനിയത്തിയ നീ. എന്നോട് കാണിച്ച അകൽച്ച എൻ്റെ അമ്മയോടുള്ള അകൽച്ച മാത്രമായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ അപമാനത്തിൽ നിർത്തിയിട്ട് സ്വന്തം സന്തോഷം മാത്രം തേടിപ്പോയ ആ സ്ത്രീയെ ഞാൻ എങ്ങനെ അമ്മയെന്ന് വിളിക്കും? അപ്പോൾ രഞ്ജു പറയാണ്, അമ്മയ്ക്ക് അല്ലെങ്കിലും സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കാനേ അറിയൂ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ അവരുടെ ഒപ്പമായതുകൊണ്ടാണ് ഞാൻ അകന്നുന്നത്. ഇപ്പോൾ നീ അവരുടെ പിടിയിൽ നിന്ന് വന്നപ്പോൾ നിനക്ക് കിട്ടാതെ പോയ ഏട്ടൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ രഞ്ജു പറയാണ്, അമ്മ കാരണമാണ് ഞാനും ധ്യാനും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയത്. വിവാഹത്തിലെത്തിയ ഞങ്ങളുടെ പ്രണയത്തെ മുറിച്ചു മാറ്റിയത് ആ സ്ത്രീയാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അവൻ എന്നോടൊരു വാക്ക് പോലും പറയാതെ കാനഡയിലേക്ക് പോയി. എൻ്റെ ആഗ്രഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് അതൊക്കെ ചെയ്തത്. ധ്യാനെ കണ്ടെത്തി ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ ഇനി ഗോവിന്ദേട്ടന് മാത്രമേ കഴിയൂ. ആ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഏട്ടനെ കാണാൻ വന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ സങ്കടത്തോടെ രഞ്ജുവിനെ തന്നെ നോക്കുവാണ്. എന്നിട്ട് പറയാണ്, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരും, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ നിനക്ക് ഏട്ടൻ്റെ സംരക്ഷണത്തിൽ കഴിയാം. പെട്ടെന്ന് ഗോവിന്ദിന് വിജയലക്ഷ്മിയുടെ കോൾ വരാൻ കേട്ടോ. പക്ഷേ കോൾ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ രഞ്ജു പറയാണ്, അറ്റൻഡ് ചെയ്യുക, അവരെന്താ പറയുന്നതെന്ന് കേൾക്കാലോ. അങ്ങനെ കോൾ എടുക്കുമ്പോൾ വിജയലക്ഷ്മി പറയാണ്, നീ എൻ്റെ കോൾ എടുക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. സന്തോഷമുണ്ട്, അമ്മക്ക് ഇങ്ങനെയെങ്കിലും ഒരു പരിഗണന നീ തന്നല്ലോ. ആ പരിഗണനയല്ല ഞാൻ അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് ഗോവിന്ദ്. ഗീതു എടുക്ക് വന്നതോടെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ശിവരഞ്ജിനിയെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അറക്കൽ കുടുംബത്തിൽ അവളെ താമസിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കണം, രഞ്ജു എൻ്റെ അടുത്തുണ്ടെന്നറിയാതെ ഇവർ വല്ലതും വിളിച്ച് പറയുമോ? പെട്ടെന്ന് വിജയലക്ഷ്മി പറയാണ്, ശിവ ധ്യാനെന്ന് പറയുന്ന ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്ന് നിനക്കറിയാലോ, അവനെ വിളിച്ചിട്ട് നീയുമായിട്ടൊന്ന് സംസാരിക്കാൻ പറയട്ടെ. ഇത് കേട്ട് ശിവരഞ്ജിനി പെട്ടെന്ന് ചോദിക്കുകയാണ്, ധ്യാനുമായിട്ടപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടല്ലേ? അപ്പോഴാണ് രഞ്ജ് അടുത്തുണ്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി അറിയുന്നത്. ലക്ഷ്മി ചോദിക്കുകയാണ്, ശിവരഞ്ജിനി നീ ഗോവിന്ദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ? ഞാനിനി ഏട്ടൻ്റെ കൂടെ തന്നെ കാണും. കാനഡയിലേക്ക് പോയ ധ്യാൻ ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടല്ലേ?
എൻ്റെ പ്രണയം തകർക്കുക മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? ഞാൻ ഡാനിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എനിക്കിപ്പോൾ മനസ്സിലായി, എന്നെയും ഗോവിന്ദേട്ടനെയും മറ്റാരും സ്നേഹിക്കുന്നതും സ്വന്തമാക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ കേട്ട് കരയാണ് കേട്ടോ വിജയലക്ഷ്മി. ഇത്രയും ദുഷ്ടത നിറഞ്ഞ മനസ്സുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിങ്ങൾക്ക് കഴിയേണ്ടി വന്നതെന്ന് പറയാണ് രഞ്ജു. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.